കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്ക്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളിലും ചികിത്സാ മികവിലും മാതൃകയായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് സമീപ വർഷങ്ങളിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. 200 കിടക്കകളോടുകൂടിയ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിന്റെ രണ്ടാം ഘട്ടം 46 കോടി 41 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് മലബാറത്തോടെ ഔപചാരികമായി നമ്മുടെ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിന്റെയും ബയോഗ്യാസ് പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതായി സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. സുവർണ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം എന്നെല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞമ്പാട് തന്നിരുന്ന 36 കോടി രൂപ മുടക്കി 200 ബെഡുകളോട് കൂടിയുള്ള കാർഡിയോളജിയിലെ സെക്കൻഡ് ഫേസാണ്. ഇവിടെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു MLAക്ക് 7 കോടി രൂപ വെച്ച് തന്നിരുന്നു. അതും ഞാനിവിടെ കാർഡിയോളജിക്ക് വേണ്ടി 4 കോടി 3 കോടി ICHന് വേണ്ടിയായി മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തും എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിന് പക്ഷേ സാർ വിട്ടുപോയ കേസാണ്. കൂടാതെ ഒരു കാര്യം കൂടി ഇപ്പൊ പറയാനുള്ളത്, ഇവിടെ കാർഡിയോളജിസ്റ്റ് ജയകുമാർ സാർ സദസ്സിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ വാദപ്പനി ചെറുപ്പത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് കാർഡിയോളജിയായി ബന്ധപ്പെട്ട വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി റൂമാറ്റിക് ഹാർട്ട് ക്ലബ് വർഷങ്ങളായി മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെ ഫലമായി ഇപ്പോൾ വാദജന്യ രോഗങ്ങളില്ലാത്ത കുട്ടികളുള്ള നാടായി നാടിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ സാഹചര്യമുണ്ട്. ഭാവിയിൽ അവരുടെ പ്രവർത്തനത്തിന് ഒരു പ്രധാനപ്പെട്ട മെഷീൻ വാങ്ങിച്ചു തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമില്ല, പോർട്ടബിൾ എക്കോ കാർഡിയോളജി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് വിവിധ ബ്ലോക്കുകളിലേക്ക് സഞ്ചരിക്കുന്നതിനായി 2 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിന് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. പോർട്ടബിൾ എക്കോ കാർഡിയാക് മെഷീൻ വാങ്ങുന്നതിന് 9.5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N ഗോബ്രഗഡെ, ദേശീയ ആരോഗ്യ ദൌത്യം സംസ്ഥാന മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൻ, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OS അജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ ഫിലിപ്പ്, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം റോസ്ലി ടോമിച്ചൻ, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനി ജോസഫ്, കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KP ജയപ്രകാശ്, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ TR രാധ, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ എന്നിവർ പ്രസംഗിച്ചു. 200 കിടക്കകളോടുകൂടിയ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിന്റെ രണ്ടാം ഘട്ടം 36.41 കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത്. 10 കോടി രൂപയുടെ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നുള്ള 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1.5 ടൺ സംഭരണ ശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത്. i4U ന്യൂസ്, ഏറ്റുമാനൂർ.